ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനായിട്ടൊരു ഡയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഒരു ഡയറി എന്ന് പറയുന്നത്. ഇതിൽ മേക്ക് യുവർ ഡ്രീം കം ട്രൂ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ രണ്ട് ഭാഗത്തുമായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡയറിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് നല്ല കട്ടിയുള്ള ടൈപ്പ് പേജാണ് ഇതിൽ വരുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡയറി എന്ന് പറയുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു ഡയറിയാണ് കേട്ടോ. അതിൽ 200 പേജ് ഉണ്ട്. അതേപോലെ തന്നെ ഫുള്ള് കൈ വെച്ചിട്ട് തന്നെയാണ് അവർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് ഇതിൻ്റെ ബാക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നൂല് വെച്ചിട്ട് അവർ കൈ കൊണ്ട് തന്നെയാണ് തുന്നിയിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പേജാണ്, നല്ല ഫൈനായിട്ടുള്ള പേജാണ്. പിന്നെ ഫസ്റ്റ് പേജ് എനിക്ക് പശ അങ്ങനെ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ആദ്യത്തെ ഫ്രണ്ടിലുള്ള പേജിൽ കേട്ടോ. പിന്നെ അവരുടെ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടാണ് കാണാൻ. മെയിനായിട്ട് ഈ ഒരു ഡയറി ഞാൻ യൂസ് ചെയ്യാറുള്ളത് യൂട്യൂബിൽ വരെ കണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡയറി യൂസ് ചെയ്യാറുള്ളത്. ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മൾ മേക്കപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് എനിക്ക് ഈ ഒരു ഡയറി യൂസ് ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്തേക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ വരയ്ക്കുന്ന ഇതൊക്കെയുള്ള കുട്ടികൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ ഇതിന് മുമ്പ് ഒരു ഡെയിലി പ്ലാനറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെയിലി പ്ലാനർ പോലെ നിങ്ങൾക്ക് ഇതിൽ ഓരോ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഡയറി എന്തായാലും വാങ്ങിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. സാധാരണ നമ്മൾ നോട്ട്ബുക്ക് ആവുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, നമുക്കിങ്ങനെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പിൽ ഇത് ഒരു ബൈൻഡ് ചെയ്ത പോലെയൊക്കെയില്ല നമുക്ക് തോന്നുന്നത്. അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഡയറിയൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്കും കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡയറിയാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു ഡയറിൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.